നല്ല ടേസ്റ്റുള്ള ഒരു കറിയുടെ റെസിപ്പിയാണെന്ന് ഇവിടെ കാണിക്കുന്നത്. കിഡ്നി ബീൻസൊക്കെ ചേർത്തിട്ടുള്ള ഒരു കറിയാണ്. അപ്പോൾ എല്ലാവരും മസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ആദ്യം ചെയ്യേണ്ടത് ഈ കിഡ്നി ബീൻസ് നന്നായിട്ട് ഒന്ന് കുതിർത്തെടുക്കണം. തലേദിവസം രാത്രിയിൽ വെള്ളത്തിലിട്ട് വെച്ച് കഴിഞ്ഞാൽ കാലത്തേക്ക് നന്നായിട്ട് റെഡിയായി കിട്ടും. പിന്നെ ഒരു വലിയ ഉള്ളിയും അതേപോലെ ഒരു പകുതി തക്കാളി എടുത്തിട്ടുണ്ട്. ഉള്ളി നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. പിന്നെ ഒരു പകുതി തക്കാളി അത് മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. പിന്നെ കുറച്ച് ഉരുളക്കിഴങ്ങ്, ക്യാരറ്റ്, എരിവില്ലാത്ത പച്ചമുളക്, കറിവേപ്പില എല്ലാം കൂടി എടുത്തിട്ടുണ്ട്. ഇനി ഇതിനൊന്ന് റെഡിയാക്കി എടുക്കാനായിട്ട് പാൻ വെച്ചിട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും ഒരു ടീസ്പൂൺ മുളകും പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇതിനൊന്ന് മൂപ്പിച്ചെടുക്കാം. മസാല നന്നായിട്ട് മൂത്ത് വരണം. എന്നിട്ട് വേണം അരച്ച അരപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് മിക്സ് ചെയ്യാനായിട്ട്. ഞാൻ ഒരു വലിയ ഉള്ളിയും പകുതി തക്കാളിയുമാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾ കറിയുടെ അളവ് കൂടുന്നതിനനുസരിച്ചിട്ട് ഉള്ളിയുടെ അളവും തക്കാളിയുടെ അളവും കൂട്ടി കൊടുക്കണം. ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ഉള്ളിനെ. എന്നിട്ട് വേണം അരച്ചെടുക്കാനായിട്ട്. ഇനി കുറച്ച് വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഇതിനൊന്ന് തിളപ്പിക്കാം. തിളച്ച് വന്നതിൻ്റെ ശേഷം ഇതിലേക്ക് ഉരുളക്കിഴങ്ങ്, ക്യാരറ്റ് എല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ട് ബീൻസും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യുക. അതിൻ്റെ ശേഷം മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇപ്പോൾ വെള്ളം ആദ്യം തന്നെ ഒത്തിരി ഒഴിക്കരുത്. കുറച്ച് വെള്ളം ആദ്യം ഒഴിച്ചു കൊടുക്കുക. പിന്നീട് വേണമെങ്കിൽ തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം. അതേപോലെ ബീൻസ് ഞാൻ വേവിച്ചെടുക്കുമ്പോൾ തന്നെ ഉപ്പിട്ടിരുന്നു. അതുകൊണ്ട് ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുത്താൽ മതി. നന്നായിട്ട് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അതുപോലെ ബീൻസ് ഞാൻ കുക്കറിലിട്ട് വേവിച്ചെടുത്തതാണ്. ഇതിൻ്റെ കൂടെ തന്നെ അങ്ങ് ഇട്ട് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. വെന്ത് ഉടഞ്ഞു പോകുമൊന്നുമില്ല. ഇപ്പോൾ നന്നായിട്ട് മിക്സായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ കറിയൊക്കെ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റുള്ളൊരു കറിയാണിത്. കുറച്ച് മല്ലിയിലൊക്കെ ഇട്ട് കൊടുത്താൽ കുറച്ചും കൂടി ടേസ്റ്റ് കൂടും. അപ്പോൾ എല്ലാവരും മസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ചപ്പാത്തിക്കും ചോറിലേക്കൊക്കെ മാച്ചായിട്ടുള്ളൊരു കറിയാണ്. അതേപോലെ തന്നെ എരിവ് അധികം ഇല്ലാത്തൊരു കറിയാണ്. അപ്പോൾ എല്ലാവരും മസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം.